ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മോൻരാഗത്തിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയു കല്യാണിയുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും വിക്രമിനെ കൊല്ലാനുള്ള ഇതെല്ലാം ചെയ്തു കൊടുക്കണമല്ലോ, ആ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണമല്ലോ, അതിനു വേണ്ടി തന്നെ. അപ്പോൾ സരയു ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ മടുപ്പൊന്നും തോന്നുന്നില്ല എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ എനിക്ക് മടുപ്പൊക്കെ തോന്നുന്നുണ്ട്. പുറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് ഇതേ ഗ്രൗണ്ടിലൊക്കെ പോയി നടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇത് കേട്ട് സരയുവാണെങ്കിൽ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കാരണം എനിക്കിപ്പോൾ കുറച്ച് തടി കൂടി വരുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് രാവിലെ ഒന്ന് നടന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ആണോ സരയു? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ഒരുമിച്ച് നടന്നാലോ? പക്ഷേ വേണ്ട കല്യാണി, അങ്ങനെ നടക്കണ്ട. നീ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. അതെന്താ? നീ തന്നെയല്ലേ പറഞ്ഞത് നടന്നാൽ കൊള്ളാവുന്ന തോന്നുന്നുണ്ടെന്ന്. ഇപ്പം എന്താ നടക്കണ്ട എന്നൊക്കെ പറയുന്നത്? അത് വേറൊന്നും കൊണ്ടല്ല. അല്ല, വിക്രം ഇറങ്ങിയിട്ടുണ്ടല്ലോ പരോളിന്. അപ്പോൾ വിക്രം നിനക്കൊരു ഭീഷണിയാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവനെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കണ്ടെന്നേ. നമ്മുടെ കൂടെ കിരണേട്ടനും ഉണ്ടാവൂലേ, അപ്പോൾ പിന്നെ എന്തിനാ ഇവനെയൊക്കെ പേടിക്കുന്നത്? ആണോ? കിരണും ഉണ്ടാവുമല്ലേ? അങ്ങനെയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലേ? എങ്കിൽ നമുക്ക് നടക്കാൻ ഇറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും എനിക്ക് നടന്ന് ഈ ആരോഗ്യം ഒന്ന് പെട്ടെന്ന് തന്നെ മെച്ചപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്കും അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഞാനാണെങ്കിൽ വിക്രമത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ടാണ് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തത്. കല്യാണിക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാനും വരാം, എനിക്കും അത് മനസ്സിന് വല്ലാത്തൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ സരി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവള് നടക്കാൻ ഇറങ്ങിയിട്ട് വേണം എനിക്ക് വിക്രത്തിനോട് ചെന്ന് പറയാനായിട്ട്. എന്നാലേ വിക്രം ആ സ്പോട്ടിൽ വെച്ച് അവളെ തീർക്കുള്ളൂ എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. അപ്പം നമ്മുടെ കല്യാണം ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല സരയു, നീ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പറയുമ്പോൾ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടല്ലോ, എന്തേ ആലോചിക്കുന്നത്? അത് വേറൊന്നുമല്ല, ഞാനിതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. കാരണം നടക്കാൻ പോകുന്നതും പിന്നെ നമ്മൾ മുന്നോട്ട് നടക്കുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല കല്യാണി എന്ന് പറയാം. അപ്പോൾ നമുക്ക് നാളെ മുതൽ നടക്കാം അല്ലേ? ശരിയാ, നടക്കാം എന്നും പറഞ്ഞുകൊണ്ട് സരി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സരയു നേരെ വിക്രത്തിനെ കാണാനായിട്ടാണ് ചെല്ലുന്നത്. വിക്രത്തിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ വിക്രവും ഇങ്ങനെ പറയുകയാണ്, അവളെ എങ്ങനെയെങ്കിലും എൻ്റെ മുന്നിൽ എത്തിച്ചതാ എൻ്റെ സരയു. അവളെ തീർക്കാനായിട്ട് എൻ്റെ കൈ ഇങ്ങനെ വിതുമ്പി ഇങ്ങനെ നിൽക്കുകയാണ്. അവളെയൊക്കെ തീർത്താലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. ഞാൻ അവളെ മുന്നിലേക്ക് എത്തിച്ചൊക്കെ തരാം. അതെ, ഗ്രൗണ്ടിലേക്ക് ഞാനും കല്യാണിയൊക്കെ നടക്കാൻ ഇറങ്ങുന്നുണ്ട്, ആ സമയത്ത് സ്പോട്ടിൽ വെച്ച് നീ തീർത്താൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അങ്ങനെയാണെങ്കിൽ ആ സ്പോട്ടിൽ എത്തുന്ന സമയത്ത് നീ എന്നെ വിളിക്കണം. ഞാൻ പറഞ്ഞില്ലേ, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പം നിന്നോട് പറഞ്ഞില്ലേ, ആ സമയത്ത് നീ അവിടെ എത്തിയാൽ മതി. കുറച്ച് നേരത്തെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല. അവൾ വന്ന സമയം എനിക്കിപ്പോൾ കൃത്യമായിട്ട് എനിക്ക് വിളിച്ച് പറയാനൊന്നും പറ്റിയൊന്നുമില്ല. ഫോണിലുള്ള സംസാരം വേണ്ട വിക്രം, അതായിരിക്കും നല്ലത്. ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് പിടിവീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ എല്ലാത്തിനും പ്രശ്നവും, പിന്നെ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ സര ഇങ്ങനെ പറയാണ്. നീ പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ എല്ലാത്തിനും തീർക്കണം. നിന്റെ അച്ഛനെ തീർത്തു, അതേപോലെ തന്നെ ബാക്കിയുള്ളവരെയൊക്കെ തീർത്തില്ല, ഗംഗാപ്രസാദിനെയൊക്കെ തീർത്തില്ലേ? എനിക്കും അവരുടെ ജീവൻ തോക്കിനിരയാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് എന്നെ നശിപ്പിച്ചവരെല്ലാം ഇല്ലാതാക്കണമെന്നാണ് സരയു എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതേ വിക്രം, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. നീ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് കിരണിൻ്റെ ജീവിതത്തിലേക്ക് പോകാനായിട്ട് വലിയ തടസ്സമൊന്നും ഉണ്ടാവില്ല. എനിക്ക് കിരണിൻ്റെ ജീവിതത്തിലേക്ക് പോകുക തന്നെ ചെയ്യണം എന്ന് ഇങ്ങനെ സരയും പറയാണ്. തീർച്ചയായിട്ടും നിൻ്റെ ആഗ്രഹം സാധിക്കും. പക്ഷേ കല്യാണി തീർത്താൽ മാത്രമേ ആഗ്രഹം സാധിക്കാനായിട്ട് പറ്റുള്ളൂ. കല്യാണം ജീവനോടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് നിൻ്റെ ആഗ്രഹം സാധിക്കാനായിട്ട് സാധിക്കില്ല, അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ കല്യാണം തീരണമെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അവളാണ് എല്ലാത്തിനും പ്രശ്നം ഒരുക്കി വെച്ചത്. ചിലവർക്കൊക്കെ ജന്മനാല് സംസാരശേഷി ഉണ്ടാവില്ല, അതിനുശേഷം മരണം വരെ അവർക്ക് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇവൾക്ക് നേരെ തിരിച്ചാണ്. ജന്മന സംസാരശേഷി ഉണ്ടായില്ല, അതിനുശേഷം സംസാരം കിട്ടി, 3ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ എന്താ ഇപ്പം അവൾ വേറെ ലെവലല്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് വിക്രമാണെങ്കിൽ അതെ, അവൾക്ക് പ്രാർത്ഥിച്ചാണ് അവൾ ഇങ്ങനെയൊക്കെ ആക്കി കൂട്ടിയത്. അവൾക്ക് ഒരു പ്രായത്തിന് ശേഷമില്ലേ അവൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മുഴുവനും അവൾ നേടിക്കഴിഞ്ഞ് സരയൂ. പക്ഷേ ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം എൻ്റെ അച്ഛൻ പോലും പെൺമക്കളെ സ്നേഹിക്കുന്ന ആളായിട്ട് തീർന്നിരിക്കല്ലേ? കണ്ടില്ലേ, അവളുടെ ചുറ്റിനുള്ള എല്ലാവരും അവളെയാണ് സ്നേഹിക്കുന്നത്. നമ്മളെയൊന്നും ആർക്ക് കണ്ണിന് നേരെ കണ്ടുകൂടെ സരയൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഒരു സ്നേഹം ഇനി എന്നേക്കുമായി ഇല്ലാതെ ആകണം. അപ്പോൾ കല്യാണിയെ തീർത്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നൊക്കെ
സരി ഇങ്ങനെ വിക്രത്തിനോട് ഇങ്ങനെ പറയണം, സൈരു നീ ധൈര്യമായിട്ട് പോയിക്കോ, അവളുടെ അന്ത്യം എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സരയുവിനെ പറഞ്ഞു വിടുകയാണ്. സരയു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെ ആശ്വാസവും സമാധാനമൊക്കെ തോന്നുകയാണ്. കല്യാണി സ്പോട്ടിൽ തീർന്നു കഴിഞ്ഞെങ്കിൽ പിന്നെ കിരണിൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് ഇടിച്ചു കയറാം എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ സരയുവിൻ്റെ മനസ്സിലേക്കുള്ളത്. അങ്ങനെ പിന്നീട് കല്യാണിയെ കാണിക്കുകയാണ്. കല്യാണി ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രകാശൻ ഇറങ്ങി വരുന്നത്. അപ്പോൾ പ്രകാശൻ ഇറങ്ങി വരുന്നത് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി അവിടെ നിന്ന് എണീറ്റ് നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛൻ ഇങ്ങോട്ട് പോകുന്നു അച്ഛാ പറഞ്ഞപ്പോഴേക്കും അത് പിന്നെ മോളെ ഞാനേ അമ്മയെ ഒന്ന് കാണാനായിട്ട് പോവാണ് മോളെ. അമ്മയെ കാണാനായിട്ട് പോവാണോ? അച്ഛാ എന്താ അച്ഛാ പറയാതിരുന്നത്? മോളെ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് അമ്മയെ കാണുന്നൊരു മോഹം. കുറേ നാളായില്ലേ പോയി കണ്ടിട്ട്, വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. പാവമ്മ ആരും സംസാരിക്കാനും പറയാതെ ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുകയല്ലേ. അമ്മയാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാൽ വരത്തുമില്ല, അമ്മയ്ക്ക് അതിനെ കൊണ്ട് സാധിക്കത്തുമില്ല. ശരിയാ, അമ്മമ്മ അവിടെ തനിച്ചിരിക്കുകയല്ലേ, അമ്മമ്മയോട് പോയി സംസാരിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മമ്മയ്ക്ക് അത് വലിയ ആശ്വാസവും. പിന്നെ മോൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യം തന്നെയായിരുന്നു. സാരമില്ല അച്ഛാ, അച്ഛൻ ഏതായാലും പോയി കണ്ടിട്ട് വാ, പക്ഷേ പെട്ടെന്ന് തന്നെ വരണേ അച്ഛാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് പേടിയൊന്നുമില്ല മോളെ, എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് മാത്രമേ പേടിയുള്ളൂ. നീ പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ, നീ നന്നായിട്ട് തന്നെ നിൻ്റെ ഇത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ ധൈര്യമായിട്ട് പോയിട്ട് വാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ പ്രകാശിൻ്റെ മനസ്സിൽ പല ലക്ഷ്യങ്ങളുമാണ് ഉള്ളത്. കാരണം വിക്രമിനെ കാണണം എന്നുള്ളൊരു ലക്ഷ്യം, വിക്രമിൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് അറിയണം, ആ ഒരു ലക്ഷ്യം മാത്രമേ നമ്മുടെ പ്രകാശനുള്ളൂ. അങ്ങനെ പ്രകാശൻ നേരെ ചെന്ന് കയറിയത് വിക്രമിൻ്റെ വീട്ടിലാണ്. വിക്രം ഒളിച്ച് താമസിക്കുന്ന ആ വീട്ടിൽ കോളിംബെല്ലടിക്കാണ്. വിക്രം കഥക് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ അച്ഛൻ മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് കരി വരികയാണ്. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കണം. മോനെ, നിന്നെ ഞാൻ കാണാൻ വേണ്ടിയാടാ വന്നത്. എടാ, എന്നെ കാണാൻ വേണ്ടിയോ? നിങ്ങളെന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത്? നിങ്ങൾ നിങ്ങളെ പെൺമക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്? പിന്നെ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വന്നത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം അറുപ്പും വെറുപ്പൊക്കെ ആണെന്ന് എനിക്കെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ കാണാൻ വരേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇറങ്ങി പൊയ്ക്കണ്ടേ എന്ന് പറയുകയാണ്. മോനെ, നിനക്കത് വെറും തോന്നലാടാ. എടാ, എനിക്ക് എൻ്റെ മക്കൾ എല്ലാവരും ഒരേപോലെയാണ്, പെൺമക്കളാണെങ്കിലും ആണാണെങ്കിലും എനിക്ക് അവരെല്ലാം ഒരേപോലെയാടാ. എടാ, നിന്നെ ഞാൻ വെറുത്തിട്ടില്ലടാ. എടാ, നീ എൻ്റെ മകനല്ലേടാ, നിന്നെ ഞാൻ എത്രയോ സ്നേഹിച്ചതാടാ. ശരിയാ, നിങ്ങൾ സ്നേഹിച്ചതൊക്കെയാണ്, പക്ഷേ നിങ്ങളുടെ പെൺമക്കൾക്ക് പണവും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്നെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് നിങ്ങൾ നിങ്ങളെ പെൺമക്കളുടെ പിന്നാലെ പോയി. അതാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളൊക്കെ ഏത് തരക്കാരനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് കൂടുതൽ എൻ്റെ മുന്നിൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരോള് കഴിഞ്ഞ് ഞാനിവിടെ എത്തിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഇനി മേലെ ഇവിടെ വരാൻ നിൽക്കണ്ട, ഇറങ്ങി പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് എടാ പൊന്നുമോനെ, എന്നെ ഇവിടെ നിന്ന് നിൽക്കാനിവിടെ നിന്ന് സമ്മതിക്കണോടാ. എടാ, നമുക്ക് ഇന്ന് ഒരു ദിവസം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാടാ. എടാ, ഞാൻ നിനക്ക് ഭക്ഷണം വാരി തരാടാ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യടാ, ഭക്ഷണം വാരി തരാൻ പോകുന്നു? എനിക്ക് നിങ്ങൾ ഒരു ഭക്ഷണവും വാരി തരണ്ട. നിങ്ങൾ ചിലപ്പോൾ എനിക്ക് വിഷമായിരിക്കും വാരി തരാനായിട്ട് പോകുന്നത്. അതിനിവിടെ ചോറും കറിയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എങ്കിൽ പിന്നെ ഞാൻ വെച്ചിട്ട് ഭക്ഷണം മേടിച്ചിട്ട് വരാം. വേണ്ട, നിങ്ങളൊരു ഭക്ഷണവും മേടിച്ചുകൊണ്ട് വരണ്ട. ആ ഭക്ഷണം മേടിച്ചുകൊണ്ട് വരുന്നതിന് നിങ്ങൾ വിഷം കലക്കിയിട്ടായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ പെൺമക്കളുടെ തന്തയായിട്ടാണ് ജീവിക്കുന്നത്, എൻ്റെ അല്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടാ പൊന്നുമോനെ, നീ അങ്ങനെ സംസാരിക്കില്ലടാ. എടാ, അച്ഛൻ എത്രത്തോളം നിന്നെ സ്നേഹിച്ചേടാ. ഇയാളോട് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഇറങ്ങിപ്പോടോ എൻ്റെ വീട്ടിൽ നിന്ന്, താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, താൻ ഇറങ്ങിപ്പോടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എടാ പൊന്നുമോനെ, എന്നാ വേണ്ടടാ, ഇന്ന് ഒരു ദിവസം ഞാനിവിടെ തങ്ങിക്കോട്ടെ. എടാ, നിന്നോടൊപ്പം എനിക്ക് കഴിയാനാണ്, എന്നിട്ട് വേണം ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ എൻ്റെ കഴുത്ത് അറുക്കാൻ തനിക്ക് വന്നിട്ട്. എടോ, തൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് ശരിക്കും മനസ്സിലായി, താൻ ഇറങ്ങി പോകാൻ നോക്ക്. അപ്പോൾ ഈ പ്രകാശനാണെങ്കിൽ വിക്രമിനെ കാല് പിടിച്ചെന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിക്കുകയാണ്. അപ്പോൾ വിക്രമിന് കാല് പറയണം, ഇറങ്ങിപ്പോടെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കഴിഞ്ഞപ്പോഴേക്കും പ്രകാശൻ അവിടെ നിലന്തള്ളി വീഴുകയാണ്. അപ്പോൾ ആ ഒരു വീഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിക്രമാണെങ്കിൽ തൻ്റെ കാല് പൊക്കിയിട്ട് ഈ പ്രകാശിൻ്റെ ചങ്ക് നോക്കി ഒറ്റ ചവിട്ടാണ്. ഇറങ്ങിപ്പൊയ്ക്കോളാം, മേലെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്, കടന്നു പോടോ. അങ്ങനെ വിക്രമ നേരെ റൂമിലേക്ക് കയറി വാതിലടക്കുകയാണ്. അപ്പോൾ വിക്രം മനസ്സ് ചിന്തിക്കുകയാണ്, ഇയാളെങ്ങനെയാണ് ഞാൻ താമസിക്കുന്ന വീട് കണ്ടെത്തിയത്? ഇത് വല്ലാത്ത പ്രശ്നമാകുമല്ലോ. അങ്ങനെ പ്രകാശനാണെങ്കിൽ തൻ്റെ ദേഹത്ത് പറ്റിയ മണ്ണൊക്കെ ഇങ്ങനെ
തട്ടിക്കളഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലും. പക്ഷെ അപ്പോഴേക്കും ഈ പ്രകാശിൻ്റെ മുഖഭാവം അങ്ങോട്ടൊന്ന് മാറുകയാണ്. പ്രകാശൻ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ബൈക്കിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവനിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. കാരണം അത്രയ്ക്കും ക്രൂരതയാണ് ഇപ്പോൾ പ്രകാശനോട് ചെയ്തത്. പ്രകാശൻ വിക്രമിനെ സ്നേഹിക്കാനൊന്നും പോയതല്ല. പക്ഷേ വിക്രമിൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണ്, കല്യാണിക്കോ കാർത്തികയ്ക്കോ ബാക്കി ആർക്കും ഒരു ആപത്തും വരാൻ പാടില്ല എന്നുള്ളൊരു ഒറ്റ ചിന്ത നമ്മുടെ ഈ പ്രകാശൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് പ്രകാശൻ അവിടെ തന്നെ നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വിക്രമിൻ്റെ 2 കൂട്ടാളികൾ നേരെ വിക്രമിൻ്റെ വീട്ടിലേക്ക് കയറി വരിക. വിക്രം കഥ തുറക്കാണ്. കുറേ സാധനങ്ങളുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ വിക്രം പറയാണ്, അതെ കുറച്ചു മുമ്പ് ഒരാളിവിടെ വന്നേയുള്ളൂ, എൻ്റെ തന്താന്ന് പറഞ്ഞ അയാൾ ഇവിടെ വന്ന് കുറേ ഡയലോഗുകളെല്ലാം അടിച്ചു. എടാ നിന്റെ തന്തയെ അടുപ്പിക്കാൻ നിൽക്കരുതേ, നിന്റെ തന്ത ദേ ആ പെൺമക്കളുടെ കൂട്ടാളികളാണ്, നിന്നെ ചിലപ്പോൾ കൊല്ലാൻ പോലും മടിക്കില്ല. എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാണല്ലോ ഞാൻ ചവിട്ടി പുറത്താക്കി. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അയാളെ ഈ വീട് കണ്ടെത്തിയെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എടാ അയാൾ നിന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് വേണം കാര്യങ്ങളെല്ലാം നീക്കാനായിട്ട്. എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ കല്യാണി അവളെ അവസാനിപ്പിക്കണം, അതുമാത്രമേ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമുള്ളൂ എന്ന രീതിയിൽ അവിടെ സംസാരിക്കണം. അപ്പോൾ എടാ അതാടാ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ നിനക്ക് ഭക്ഷണം കഴിക്കണ്ടേടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഭക്ഷണം കഴിക്കണം. ഏതായാലും ഇവിടെ ജയിലിൽ കിടന്ന് ആകെ മുരടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കണം, എനിക്കിനി നന്നായിട്ട് ഫ്രഷായി നല്ല അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കണം, കിട്ടുന്ന സമയമൊക്കെ നല്ല എൻജോയ് ചെയ്യണം എന്നൊക്കെ വിക്രം പറയുകയാണ്. പക്ഷേ എടാ നീ കല്യാണിയെ തീർക്കാൻ പോകുമ്പോഴും നിൻ്റെ ഒരു അളിയനുണ്ടല്ലോ കിരൺ, അവനെ സൂക്ഷിക്കണം. അവനെ സൂക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ല. എടാ ഈ ഗംഗേട്ടനെ പോലെയും രാഹുലേട്ടനെ പോലെയൊക്കെ ഒന്നുള്ളൊരു കരുത്തൊന്നും എനിക്കില്ല, പക്ഷെ എൻ്റെ മനസ്സ് ഭയങ്കര കല്ലാണ്, അതുകൊണ്ട് എന്തും ചെയ്യാനുള്ളൊരു മനക്കട്ടിയുമായിട്ടാണ് ഞാനിവിടെ ഇറങ്ങിയിരിക്കുന്നത്. കല്യാണിയെ കൊല്ലാനാണ് എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചെങ്കിൽ അവളെ ഞാൻ കൊല്ലും. രാഹുലേട്ടനും ഗംഗാപ്രസാദിനും ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ ചെയ്യും ഇവിടെ, എന്നിട്ട് എനിക്ക് എന്ത് ശിക്ഷ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. നിന്റെ ഏത് കാര്യത്തിനും ഞങ്ങൾ കൂട്ടുണ്ടാ. എടാ നീ വലിയൊരു ക്രിമിനലാണ്, നീ ജയിൽ പുള്ളിയാണ്, പക്ഷെ നിന്റെ കൂട്ടുകാരെല്ലാം നിന്നെ വിട്ടെങ്കിലും ഞങ്ങൾ നിന്നെ വിട്ടിട്ടില്ല. നിന്നെ ഇപ്പോഴും ഞങ്ങൾക്ക് സ്നേഹമാടാ, അതുകൊണ്ടാണല്ലോ എല്ലാ കാര്യത്തിനും നിന്റെ കൂടെ തന്നെ നിൽക്കുന്നത്, അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ അവിടെ ഈ കൂട്ടാളികൾ പറയാണ്. അതേടാ എൻ്റെ ഒപ്പം തന്നെ നിന്നാൽ മതി, ഇനി ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം, സ്പോട്ടിൽ അവളെ തീർക്കണം എന്ന് ഈ വിക്രം ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. അപ്പോൾ കിരൺ ഇങ്ങനെ ഓഫീസിൽ എന്തോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സരയു വരികയാണ് ഒരു പ്ലാനുമായിട്ട്. പ്ലാൻ വന്നിട്ട് കിരൺ ഇതൊന്ന് നോക്കി കിരൺ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇതാ മിലിറ്ററിക്കാരൻ്റെ പ്ലാനല്ലേ? അതെ അത് തന്നെയാണ്. ഇത് എത്ര സ്ഥലമാണ്? 10 സെൻറ്റ് സ്ഥലമാണ്, അതിൽ 3000 സ്ക്വയർ ഫീറ്റിൽ വീട് പണിയണമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് മുറ്റത്തിൽ നല്ല സ്പേസും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു 10 സെൻറ്റിലും 3000 സ്ക്വയർ ഫീറ്റിലും സ്പേസൊക്കെ അനുസരിച്ച് ഈ ഒരു പ്ലാനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നൊക്കെ കിരണിനോട് പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴും കിരണാണെങ്കിൽ കൊള്ളാം, നല്ല പ്ലാനാണ്, നീ നിൻ്റേതായത് അനുസരിച്ച് നല്ല പ്ലാൻ വരച്ചിട്ടുണ്ട്. അയാൾക്ക് തൃപ്തി തോന്നുന്ന രീതിയിൽ തന്നെയാണ് പ്ലാൻ വരച്ചിരിക്കുന്നത്. ആണല്ലേ കിരൺ? പിന്നെ അല്ലാതെ സരയു, ഇനി നീ പേടിക്കേണ്ട സരയു, ഇനി കമ്പനിക്ക് ഞങ്ങളെ അല്ല ആവശ്യം, നിന്നെയാണ് ആവശ്യം. ഇനിയിപ്പോൾ പിണങ്ങി പോയാൽ കൂടിയും നിനക്ക് ജീവിക്കാനുള്ള വകയായി, നീ ജീവിക്കും, എവിടെ പോയാലും നീ ജീവിക്കും. കിരണേ, ഞാനെന്തിനാ കിരണേ ഇവിടം വിട്ടു പോകുന്നത്? നിന്റെ തണലിൽ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം, അതുകൊണ്ട് ഞാൻ ഇവിടം വിട്ടു പോയിട്ട് വല്ല കാര്യമുണ്ടോ? സരയു, നിനക്ക് എത്രത്തോളം ഇവിടെ നിൽക്കാൻ പറ്റുമോ അത്രത്തോളം നിൽക്കാം, നിന്റെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ കൂട്ട് തന്നെ ഉണ്ടാകും, നിനക്ക് ഒരു കാര്യത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നൊക്കെ പറയാണ്. അത് പിന്നെ കിരണേ, അതെ ഈ കല്യാണിയെ ഇങ്ങനെ നിർത്തിയാൽ ശരിയാവില്ലല്ലോ, നടത്തിക്കുകയൊക്കെ ചെയ്യണ്ടേ? അത് ശരിയാ, അവളെ മുറ്റത്തൂടെയൊക്കെ നടക്കുന്നുണ്ട്, മുറ്റത്തൂടെ നടന്നിട്ട് കാര്യമില്ല, തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, അപ്പോൾ ആ ഗ്രൗണ്ടിൽ കൊണ്ടേ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആശ്വാസമല്ലോ. സരയു, നീ അത് പറഞ്ഞത് ശരി തന്നെയാണ്. ഇപ്പം നാളെ ആവട്ടെ, ഞാൻ ഏതായാലും കല്യാണിയെ ഗ്രൗണ്ടിൽ കൂടി നടത്തിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാനും വരട്ടെ, എനിക്കും നടക്കണമെന്നൊരാഗ്രഹമുണ്ട്. അത് നല്ല കാര്യമാണ് സരയു, കാരണമേ നിന്റെ പ്രസവത്തിന് ശേഷം നീ കുറച്ച് തടി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് നടന്ന് നീ ആ തടിയെല്ലാം കളയുന്നത് നല്ലതാണ്. നീ മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്താറുണ്ടോ കാര്യമായിട്ട് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയാണ്. ഇവിടെ കമ്പനിയിൽ മെഡിക്കൽ ചെക്കപ്പ് എല്ലാ മാസം നടത്തുന്ന ചില ഇതൊക്കെ വന്നിട്ടുണ്ട്,
അതിലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തിനാണ് കിരൺ ഞാൻ എന്തിനാണ് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നത്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് കണ്ടെത്തും, പിന്നെ അസുഖത്തെ തുടർന്നായിരിക്കും ടെൻഷൻ, എന്തിനാണ് വെറുതെ ഈ ഉള്ളൊരു ജീവിതം ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ച് പോട്ടേന്നേ, ഇങ്ങനൊരു ടെൻഷൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണം. ശരി, നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സാരി അവിടെ നിന്ന് എണീറ്റ് പോവാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ പ്രകാശൻ വിക്രമിൻ്റെ ആ വീടിൻ്റെ അടുത്തുനിന്ന് പോയിട്ടില്ല, അവിടെ ബൈക്കിൻ്റെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ പ്രകാശൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. പ്രകാശൻ നേരെ കല്യാണിയെ വിളിക്കുക. അപ്പോൾ കല്യാണിയെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എന്താ അച്ഛാ എന്ന് ചോദിച്ചപ്പോഴേക്കും മോളെ ഞാനിന്ന് വരൂല കേട്ടോ മോളെ. അയ്യോ അച്ഛൻ എന്ത് പറ്റി അച്ഛൻ, അച്ഛനെന്താ വരാത്തത്? അത് പിന്നെ മോളെ ഞാൻ അമ്മയോടൊപ്പം ഇന്ന് തങ്ങുവാണ്. അച്ഛാ അതെന്താ അച്ഛാ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അത് വേറൊന്നുമല്ല മോളെ, അമ്മയോടൊപ്പം തങ്ങണമെന്നൊരു ആഗ്രഹം, കുറേ നാളായില്ല അമ്മയെ കണ്ടിട്ട്, അതുകൊണ്ട് അമ്മയോടൊപ്പം തങ്ങണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്, അതുകൊണ്ട് മാത്രമാണ്. ശരിയച്ചാ സൂക്ഷിക്കണേ, അച്ഛനെന്നാൽ പോയിട്ട് വാച്ചാം. ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. പ്രകാശൻ്റെ ആ സമയത്തുള്ള മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ്. കാരണം രണ്ടും കൽപ്പിച്ചാണ് നമ്മുടെ പ്രകാശൻ അവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.